ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ എന്നും ചോദിക്കാറുണ്ട് കേട്ടോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്നുള്ളത്. അതങ്ങനെ ചോദിച്ച് ശീലമായതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനൊരു റിപ്ലൈ അങ്ങോട്ട് തന്നോളൂ. അപ്പോൾ ഇന്നതേ നമ്മൾ രാവിലത്തെ കുറച്ച് പണികൾ അങ്ങോട്ട് തീർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിക്കായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്നും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് പോകുന്നുണ്ട്, ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കാനുണ്ടായിരുന്നു. അപ്പൂസ് അംഗനവാടി പോയിട്ട് മാറാല തട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറാല കൂടെയുള്ളൂ കേട്ടോ. അപ്പൂസ് അംഗനവാടി പോയിട്ട് ചിലപ്പോൾ എനിക്ക് മാറാല തട്ടൽ നടക്കലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ അകത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ടി വി കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഓരോ പോർഷനായിട്ട് ഇങ്ങനെ മാറാല തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവനെങ്ങനെ മാറ്റി ഇടാം. മനു ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൂസ് പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കുള്ളൂ കേട്ടോ. പറഞ്ഞ് കേൾക്കാണ്ടിരിക്കുകയല്ല, അവന് മനുവിൻ്റെ കൂടെ അങ്ങോട്ട് നടക്കണതുകൊണ്ട് വേറെ ഒന്നും അവൻ ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഏതായാലും ഞാൻ പറയണടുത്ത് അവൻ അങ്ങനെ കേട്ട് നിന്നോളല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടൊക്കെ ആദ്യം ഞാൻ മാറാലൊക്കെ ഒന്ന് തട്ടിയെടുത്തു നല്ല രീതിയിൽ. പിന്നെ നമ്മുടെ ടേബിളിൻ്റെ അടിയായാലും സോഫേൻ്റെ അടിയൊക്കെ ആയാലും ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നായിട്ടൊന്ന് മാറാലൊക്കെ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രില്ലിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് ഇവിടെ മാറാല പിടിക്കും കേട്ടോ, ആ ഡിസൈനിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായി നല്ല രീതിയിൽ തന്നെ ഒക്കെ ഒന്ന് തട്ടി കൊട്ടി റെഡിയാക്കി അവിടെ കടിച്ചു വാരിയിട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ഹാളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഹാളിൽ അപ്പൂസ് ടി വി കാണുമായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ സാധാരണ നമ്മളങ്ങോട്ട് അടിച്ചു വാരി പോകും. ഈ ടി വി സ്റ്റാൻഡോ അങ്ങനെ ടീപ്പോയോ ഒന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിയതിന് ശേഷം അങ്ങനെ അടിച്ചു വാരില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിൽ, ടി വിയുടെ ബാക്കിൽ ഒരു ജനവാതിലുള്ളത്, അതിങ്ങനെ അഴി വെച്ചിട്ടുള്ള ജനവാതിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തുറക്കാറില്ല. അത് സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ജനവാതിലാണ് കേട്ടോ. ആ ജനവാതിൽ അങ്ങനെ തുറക്കാറില്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊന്നും നമുക്ക് പ്രശ്നമില്ല. ഈ ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ അതിന് അഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ടി വിയും കൂടെ അവിടെ വെച്ചതുകൊണ്ടേ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്നും ടി വി സ്റ്റാൻഡ് ഇങ്ങനെ നീക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. ചക്രമില്ലാത്ത ടി വി സ്റ്റാൻഡാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അവിടേക്ക് ഒന്ന് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ടീപ്പോയൊക്കെ നീക്കലും പിന്നെ അതുപോലെ ടീപ്പോയുടെ മുകളിൽ വെച്ചിരിക്കുന്ന തുണി മാറ്റൽ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നന്നാക്കി. അപ്പോൾ ആ ഒരു കാണുന്ന നേരം ഞാൻ ടി വി ഒന്ന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് നല്ല രീതിയിൽ ഇങ്ങനെ തട്ടി കൊട്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ഈ വാതിലുണ്ടല്ലോ, ഈ വാതിലിൻ്റെ ബാക്കിൽ നല്ല വലിയ സ്ക്രൂ ഉണ്ടാവില്ലേ, വലിപ്പം കൂടിയതല്ല, നല്ല കട്ടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രൂ ഉണ്ടാവില്ലേ, വാതിലിൻ്റെ ആ സംഭവങ്ങളൊക്കെ കുടുക്കിയിരിക്കണേ, അത് എൻ്റെ കയ്യിലൊരൊറ്റ തട്ടൽ കിട്ടും. ഞാനിങ്ങോട്ട് അടിച്ച് വാരി ഇങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് അതിൻ്റെ വേദന, ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണത് രാത്രിയാണ് കേട്ടോ. ആ ഒരു ടൈമിലും എനിക്കിത് വേദന നന്നായിട്ട് വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൈമുട്ടിൻ്റെ എല്ലിൻ്റെ അവിടെയായിട്ട് അങ്ങോട്ട് തട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഇങ്ങോട്ട് തരിപ്പോട് കൂടി ഒരു വേദന ഉണ്ടാവില്ലേ, അങ്ങനെ അത്രത്തോളം വേദന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ അവിടേക്ക് ഒന്ന് മാറ്റി. പിന്നെ അതേ വീണ്ടും ടി വി ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ടീപ്പോയി ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എന്താ പറയുക, അതിൻ്റെ കാലൊക്കെ ഊരിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത് ഊരിയിട്ട്, അത് 2 തട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ. ആ സ്റ്റാൻഡ് നമ്മൾ 2 തട്ടും ഊരിയെടുക്കുക, അതിൻ്റെ 4 8 കാല് ഊരിയെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഊരി കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെയും ഞാനതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നമുക്കൊരു പൂതി ഉണ്ടാവുമല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്, കാണുന്ന ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് നമുക്കിത് അത് ഇല്ല എന്നുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഇവന് മൈൻഡ് ചെയ്യില്ല. ഇവിടെ ഇരിക്കണത് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ എടുക്കണം എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാനത് എടുത്തുകൊണ്ട് വെച്ചതാണ് കേട്ടോ. എടുത്തിട്ട് ഇപ്പോൾ കുറച്ചായി കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, അതുപോലെ റൂം, പിന്നെ അതുപോലെ തന്നെ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫാൻ ക്ലീൻ ചെയ്യണതൊന്നും എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ വേറെ വീഡിയോസൊക്കെ ഓൺ ചെയ്ത് വെക്കണതുകൊണ്ട് അത് ഞാൻ അങ്ങോട്ട് വിട്ടുപോയി. ഞാൻ ഫോൺ ഓണാക്കുന്ന കാര്യം ആ ഒരു ടൈമിൽ ഓർമ്മയില്ലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഓർമ്മ വരുമ്പോൾ എടുത്തുകൊണ്ട് വരും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ വീഡിയോസ് ഓൺ ചെയ്ത് വെക്കും, അങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അകമൊക്കെ നന്നാക്കി കഴിഞ്ഞു കേട്ടോ. അതിപ്പോൾ ആ അടിച്ചു വാരിയ സമയത്ത് എനിക്കൊരു കോട്ടി കിട്ടിയതാണ് കേട്ടോ. ഞങ്ങളൊക്കെ കോട്ടി എന്നാണ് പറയുന്നത്. ഗോലിയില്ലേ, ഗോലി, ചെറിയ കുട്ടികൾ കളിക്കുന്ന ഗോലി. അപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനത് കളിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജിൻ്റെ അടിയിലേക്ക് പോയതായിരുന്നു.
അപ്പം അങ്ങനെ അതും ഒന്ന് അവിടെ അകമൊക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ചുമരിൻ്റെ മുകൾ ഭാഗമല്ലേ, ആ മുകൾ ഭാഗമൊക്കെ അവിടെ നിന്ന് അവിടെ അടിച്ചിങ്ങോട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ കൊതുകുതിരി കത്തിക്കും, ബിസ്ക്കറ്റിൻ്റെ കൊതുകുതിരി ഇല്ലേ, ബിസ്ക്കറ്റ് ടൈപ്പ്, ഒരു എന്താ കോയിലല്ല അത്, ഒരു എന്താ പറയുക, ഒരു മിഷയിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് പോലുള്ളൊരു സംഭവം കവർ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണേ. അതൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അപ്പൂസും മനുവൊന്നും ഇങ്ങനെ കൈകൊണ്ട് തൊടണ്ട എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ചുമരിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് വെക്കും. ഹാളിൽ നിന്ന് ചുമരിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ അവിടെ ആകെ ഇങ്ങോട്ട് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടി പുറത്തേക്ക് ഇട്ടപ്പോൾ അതേ ഇവിടെ ഈ തിണ്ടിൽ വന്നിട്ടാണ് വീഴുക കേട്ടോ. അപ്പോൾ ആദ്യം അകത്തതൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഓരോ പോർഷൻ നന്നാക്കി കഴിഞ്ഞ് അവിടെ അടിച്ചു വരും. മാറാലൊക്കെ തൊട്ടി കഴിഞ്ഞിട്ട് അവിടെ അടിച്ചു വരും. പിന്നെ അടുത്ത പോർഷൻ മാറാലൊക്കെ തട്ടി കഴിഞ്ഞിട്ട് അവിടെ അടിച്ചു വരും. അങ്ങനെ എല്ലാ ഭാഗവും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ഒന്നിച്ച് ഇങ്ങോട്ട് അടിച്ചു വാരി എടുത്തതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തുണിയൊക്കെ അലക്കിയിടുന്നതുകൊണ്ട് തന്നെ നമ്മൾ മാറാല തട്ടാൻ വിചാരിച്ച സമയത്ത് അവിടെ തുണി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ മാറാല തട്ടാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഈ ഗ്രില്ലിൻ്റെ അവിടെയൊക്കെ നമ്മൾ തുണി വരുന്നതുകൊണ്ട് ഉള്ളിൽ നിന്നായാലും നമുക്ക് ഗ്രില്ല് അധികം നന്നാക്കാനൊന്നും പറ്റില്ല കേട്ടോ ആ ഒരു ടൈമിൽ. അപ്പോൾ ഇതെല്ലതും കൂടി ഒത്തു വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് നന്നാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഷീറ്റാണ് ഞാൻ അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു, മാറാലൊക്കെ തട്ടാനുള്ളതൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോഴേക്കും ഇതേ ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണും പൊടിയും ഒക്കെ കൂടെ അങ്ങോട്ട് വന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ അതൊക്കെ ഒന്ന് കഴിഞ്ഞു. പിന്നെ അപ്പൂസ് അവിടെ നിന്ന് തന്നെ ജനൽ തുറന്നിട്ടും അടച്ചിട്ടൊക്കെ അങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ 2 ജനൽ കാണുന്നത് പുറത്തുനിന്ന് ഇങ്ങനെ സ്പേസ് ഇല്ലാത്ത ജനലാണ്. പക്ഷേ അതിൻ്റെ അറ്റത്തിരിക്കുന്ന ഒരു ജനലിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ സ്പേസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ പൊടിയും ഇതൊക്കെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ജനവാതിലൊക്കെ ഇപ്പോൾ അടുത്ത് നമ്മൾ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുള്ളതാണ്. ബാക്കിയുള്ള പെയിൻറ്റ് അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ലോട്ടറിക്കാരെ പോലെ നാളെന്ന് പറഞ്ഞ് നീളയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഞാൻ ഹാളൊക്കെ ക്ലീൻ ചെയ്ത സമയത്ത് അപ്പൂസിൻ്റെ ഊഞ്ഞാലുണ്ടായിരുന്നില്ലേ, പണ്ടത്തെ ഊഞ്ഞാൽ, ആ ഊഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പൊടിയായിട്ടുണ്ട്. അപ്പോൾ കുറേ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല, അവിടെ കെട്ടി വെച്ചതായിരുന്നു കേട്ടോ. ഈ ഒരു ഊഞ്ഞാൽ അപ്പൂസിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതല്ല കേട്ടോ, മനുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. മനു ഒരുവിധം ഇതിലൊക്കെ ആടി കഴിഞ്ഞ് അങ്ങനെ പിന്നെ അങ്ങനെ ഉപയോഗിക്കാണ്ട് അപ്പോൾ അന്ന് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെയാണ് അപ്പൂസൊക്കെ ആയി കഴിഞ്ഞ് അങ്ങനെ ആ ഒരു ടൈമിൽ ഇത് വീണ്ടും എടുത്തുകൊണ്ട് വന്ന് നന്നാക്കി നമ്മളത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരുവിധം ഇവരിങ്ങനെ കേട് വരുത്താൻ വേണ്ടിയിട്ട്, മനു കേട് വരുത്താൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഒരുവിധം ഒന്നും ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. അവർ കളി കഴിഞ്ഞാൽ വേഗം മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കളിക്കണ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ പൂതി മാറുന്നത് വരെ അങ്ങനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുക. കുറച്ചൊന്ന് കഴിയുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കും, പിന്നെ വേറെ എന്തെങ്കിലും കൊടുക്കും. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിയുമ്പോഴേക്ക് അത് കഴിയുന്നതിന് മുന്നേ നമ്മളത് മാറ്റി വയ്ക്കും. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കളിക്കാൻ കൊടുക്കും. പിന്നെ ഇത് കുറേ കഴിഞ്ഞതിന് ശേഷം ഈ കളിപ്പാട്ടം വീണ്ടും കൊടുക്കും. അപ്പോഴേക്കും മറ്റേത് നമ്മൾ മാറ്റി വയ്ക്കും. ആ ഒരു രീതിയിലാണ് ഇവിടെ മനുവിനായാലും അപ്പൂസനായാലും. ഇപ്പം മനുവിനെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെയും കുറച്ചൊരിത് അപ്പൂസനാണ് കേട്ടോ, കാരണം എടുത്ത് വെക്കാണ്ടൊക്കെ ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊഞ്ഞാലായാലും സൈക്കിളായാലും ബൈക്കായാലും ഒക്കെ മനു ഉപയോഗിച്ചതാണ്. നായ്ക്കുട്ടി ഉണ്ടല്ലോ, അതൊക്കെ മനുവിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. അവനിങ്ങനെ ഉപയോഗം കഴിയും നമ്മൾ മാറ്റി വയ്ക്കും, അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ അപ്പൂസിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അല്ലാതെ ഈ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ അല്ലാതെ അപ്പൂസിന് വേണ്ടിയിട്ട് വലിയ കളിപ്പാട്ടങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് ഇത്. പിന്നെ ഞാൻ ആ നീല സൈക്കിൾ ഉണ്ടല്ലോ, 3 ചക്രമുള്ള സൈക്കിൾ, ആ സൈക്കിൾ കാണിക്കുന്ന സമയത്ത് എനിക്കൊരു ഒരു സാറിൻ്റെ കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അവരുടെ പേരക്കുട്ടികൾ, അവരുടെ മക്കളൊക്കെ ഇതുപോലത്തെ സൈക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു കമൻറ്റ് എനിക്ക് കണ്ട സമയത്ത് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ഓർത്ത് നമ്മൾ ആ ഒരു അവരുടെ മക്കളുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും ഇവരെ കാണുമ്പോൾ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഒരുവിധം എനിക്ക് വരുന്ന കമൻറ്റുകളൊക്കെ ഇവിടെ പറയാറുണ്ട്. അത് ഒരു എടുത്ത് പറയത്തക്ക എന്തെങ്കിലും വിശേഷമുള്ള കമൻറ്റുകളാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇവിടെ വീട്ടിൽ സംസാരിക്കും. അതുപോലെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ പറയാറുള്ളതാണ് കേട്ടോ. ഇവിടെ ഞാനൊരു കാര്യം പറയുന്ന സമയത്ത് അങ്ങനെ കേട്ടോണ്ടിരിക്കുകയൊന്നും ഇല്ലെങ്കിൽ കൂടി ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ.
അത് എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ അങ്ങോട്ട് ശീലമായിട്ടോ. എനിക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമുള്ളൂ കേട്ടോ. യൂട്യൂബ് ചാനലിനെ കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്. അതിൽ കമൻറ്റ് വരുന്നത്, അത് ഞാൻ വേറുള്ളവരുടെ വീഡിയോസ് കാണുന്നത്, അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എന്നോട് ഇങ്ങോട്ട് ചോദിക്കൊന്നുമില്ല എന്താണ് യൂട്യൂബിൻ്റെ കാര്യം എന്നൊന്നും ചോദിക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയും, അവർ കേട്ടോ കേട്ടില്ലേ എന്നുള്ളതൊന്നും ഞാൻ നോക്കില്ല, പക്ഷെ ഞാൻ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതേ കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെട്ട് കേക്കില്ലേ, ആ ഒരു കേക്ക് ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ അതും എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പണിയിൽ അങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് അവരെന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. പിന്നെ ദേ അങ്ങനെ ആ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കേക്കൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഇതേ നമുക്ക് വെള്ളമൊക്കെ തിളപ്പിക്കാനുണ്ടായിരുന്നു. അതിന് വെണ്ണീറൊക്കെ വാരിയിട്ടു. എന്നിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അതേ നമ്മൾ മിഷീനിൽ കുറച്ച് തുണി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ മിഷീനിൽ തുണി ഇടുന്ന ഒരു ടൈമിൽ കംഫേർട്ട് ഞാൻ ആ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കും. അലക്കുന്ന ആ ഒരു ടൈമിൽ മിഷീനിലേക്കാണ് ഞാൻ കംഫേർട്ട്, സോപ്പ് പൊടി നമ്മൾ ഇട്ട് കൊടുക്കും. സോപ്പ് പൊടിക്ക് പുറമെ ഞാൻ കുറച്ച് കംഫേർട്ടും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അലക്കി കഴിഞ്ഞതിന് ശേഷം കംഫേർട്ട് ഒഴിച്ചിട്ട് അതിൽ ഒരു 5 മിനിറ്റോളം തുണിയൊക്കെ മുക്കി വെക്കുകയാണ് ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യണത്. ഇപ്പോൾ ഞാൻ സോപ്പ് പൊടി ഇടും, ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് ഒഴിക്കും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കംഫേർട്ടും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കും. പക്ഷേ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ അല്ലാണ്ട് ചെയ്യുന്നത് പോലെ തന്നെ നല്ല സ്മെല്ലാണ്. പിന്നെ ഒരടപ്പ് മുഴുവനൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കാറില്ല, കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. തുണിയിലൊക്കെ ആ ഒരു സ്മെല്ല് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒരുപാട് കുത്തുന്ന സ്മെല്ലാവാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാറില്ല, അതങ്ങോട്ട് ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് സ്മെല്ലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് തലവേദന വരുന്നൊരു ഇതുണ്ട് എനിക്ക് കേട്ടോ. പക്ഷെ നമ്മൾ ആവശ്യത്തിന് സ്മെല്ല് ഉണ്ടാവും ചെയ്യും. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ തുണി അലക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് രാവിലത്തെ പോർഷനായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ പാൽ ചായയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാൽ കാപ്പി, ചായ അല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യലായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ പയറുപ്പേരി, പിന്നെ അതുപോലെ സാമ്പാർ, ചോറ്, മുതിരപ്പേരി, അങ്ങനെ ഉള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സ്പെഷ്യലായിട്ട് ഒന്നും കാണിക്കാനില്ല ഫുഡിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് കേട്ടോ. നോർമൽ രീതിയിൽ അങ്ങനെ പോണ ഫുഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ഞാൻ മെയിനായിട്ട് എടുത്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പയർ ഞാൻ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. കഴുകിയിട്ടല്ല ഫ്രിഡ്ജിൽ വെക്കണത്, അരിഞ്ഞതിന് ശേഷം അത് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. അല്ലാതെ നമ്മൾ പച്ചക്കറി വാങ്ങിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളത് ഫ്രിഡ്ജിൻ്റെ അടിയിൽ പച്ചക്കറിയൊക്കെ വെക്കുന്ന ഒരു കൊട്ടയുണ്ടല്ലോ, അതിലൊന്നും വെക്കാറില്ല കേട്ടോ. ഇങ്ങനെ അരിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഓരോ ബോക്സിലാക്കിയിട്ട് വെക്കും. ബോക്സിലല്ലാതെ നമ്മൾ ഒരു സാധനം ഫ്രിഡ്ജിൽ വെക്കാറില്ല. അതങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം പിന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും, ഇത്ര നേരം ക്ഷമിച്ച് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ ഫ്രണ്ട്സ്.